എതിർക്കുന്നവരെ അടിച്ചമർത്തുക. അത് പാർട്ടികളാണെങ്കിലും മനുഷ്യരാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും മാറ്റമില്ല. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ തുടർന്നുകൊണ്ടേയിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്തതിന്റെ പേരിൽ ഇന്നും വേട്ടയാടപ്പെടുകയാണ് BBC എന്ന മാധ്യമം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് BBC ഓഫീസിൽ റെയ്ഡുമായി എത്തിയതും അക്കൗണ്ട് മരവിപ്പിച്ചതൊന്നും ആരും മറക്കില്ല. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ കൂച്ചുവിലങ്ങിടുന്ന രാജ്യമായി ഇന്ത്യ മാറി എന്ന പ്രതിച്ഛായ ലോകത്തിന് മുന്നിൽ ഇതോടെ ഉണ്ടായി. വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെ നന്നാക്കുമെന്ന് വിചാരിച്ചെങ്കിൽ അത് തെറ്റി. മറ്റൊരു അന്തർദേശീയ മാധ്യമ സ്ഥാപനം കൂടി കേന്ദ്ര സർക്കാരിന്റെ നിരോധന പട്ടികയിൽ വന്നുകഴിഞ്ഞു. രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് പൂട്ടലിന്റെ വക്കിൽ നിൽക്കുന്നത്. ആദ്യപടിയായി സ്ഥാപനത്തിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു. നിയമപരമായ കാരണത്താൽ ബ്ലോക്ക് ചെയ്തുവെന്നാണ് അക്കൗണ്ടിൽ പറയുന്നത്. എന്നാൽ മരവിപ്പിക്കലിന് പിന്നിലെ കാരണമെന്തെന്ന് വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ റോയിട്ടേഴ്സോ കേന്ദ്ര സർക്കാരോ യാതൊരു പ്രതികരണവും ഇതുവരെ നടത്തിയിട്ടുമില്ല. ജൂലൈ 5-ാം തീയതി രാത്രി 11 മണിയോടെയാണ് റോയിട്ടേഴ്സിന്റെ എക്സ് അക്കൗണ്ട് ലഭ്യമല്ലാതെയായത് എന്നാണ് വിവരം. നിരവധി എക്സ് ഉപയോക്താക്കൾ റോയിട്ടേഴ്സിന്റെ എക്സ് ഹാൻഡിൽ ബ്ലോക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട ട്വീറ്റുകളും പങ്കിടുന്നുണ്ട്. ബ്രിട്ടീഷ് വാർത്താ വിതരണ ഏജൻസിയായ റോയിട്ടേഴ്സിനെ 2008-ൽ തോംസൺ കോർപ്പറേഷൻ ഏറ്റെടുത്തിരുന്നു. ലണ്ടനാണ് ഈ സ്ഥാപനത്തിന്റെ ആസ്ഥാനം. 200ഓളം സ്ഥലങ്ങളിലായി 2600-ലധികം മാധ്യമ പ്രവർത്തകർ ജോലി ചെയ്യുന്ന വൻകിട ശൃംഖലയാണ് റോയിട്ടേഴ്സ്. ആഗോളതല ചർച്ചകൾ, സാമ്പത്തിക വിപണികൾ, രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എന്നിവയുടെ വിപുലമായ കവറേജിന് പേരുകേട്ട ഏജൻസിയാണിവർ. അന്താരാഷ്ട്ര വാർത്താ വ്യാപനത്തിൽ നിർണായക പങ്കാണ് ഈ സ്ഥാപനം വഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന് നേരെ വൈരാഗ്യബുദ്ധിയോടെ തുറന്നടിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നാണ് ആക്ഷേപം. റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയുടെ തന്നെ മറ്റൊരു പ്രധാന അക്കൗണ്ടായ റോയിട്ടേഴ്സ് വേൾഡ് ഹാൻഡിലും ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശനിയാഴ്ച രാത്രി 11:40ഓടെ ആ അക്കൗണ്ട് ഇന്ത്യയിൽ ലഭ്യമല്ലാതായി എന്നാണ് വിവരം. അതേസമയം റോയിട്ടേഴ്സ് ടെക്സ്റ്റ് ന്യൂസ്, റോയിട്ടേഴ്സ് ഫാക്ട് ചെക്ക്, റോയിട്ടേഴ്സ് പിക്ചേഴ്സ്, റോയിട്ടേഴ്സ് ഏഷ്യ, ചൈന എന്നിവ ഇപ്പോഴും ഇന്ത്യയിൽ ലഭ്യമാണ്. കോടതി ഉത്തരവോ സർക്കാർ ഉത്തരവോ ഉണ്ടെങ്കിലേ ഉപയോക്തൃ അക്കൗണ്ടുകളോ പോസ്റ്റുകളോ തടഞ്ഞുവെക്കാൻ കഴിയൂവെന്നത് സംബന്ധിച്ച് എക്സിന്റെ ഉള്ളടക്ക നയത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ അറിയാതെ ഇത്തരത്തിലൊരു നിരോധനം ഇന്ത്യയിൽ സാധ്യമല്ല എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. കൂടാതെ പ്രാദേശിക നിയമങ്ങളുടെ ലംഘനം ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് ലഭിച്ചാൽ നിർദ്ദിഷ്ട പ്രദേശങ്ങളിൽ അക്കൗണ്ടുകൾ തടഞ്ഞുവെക്കാവുന്നതാണ്. എന്നാൽ മരവിപ്പിക്കലിന് പിന്നിൽ ഇത്തരത്തിലുള്ള കാരണങ്ങളും പറയുന്നില്ല എന്നതാണ് വാസ്തവം. റോയിട്ടേഴ്സിനെതിരെയുള്ള ഇന്ത്യയുടെ നിരോധനം ലോകമെമ്പാടും രാജ്യത്തിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുമെന്ന കാര്യത്തിൽ മാത്രം തർക്കമില്ല.